ഇപ്പോൾ ലോകത്തെ മാധ്യമങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്യുന്ന ഒന്ന് ഈ ഹമാസിൻ്റെ തലവൻ കൊല്ലപ്പെട്ടതുമായിട്ടുള്ള വാർത്തകളാണ്. ഇതിൻ്റെ പിന്നിൽ ഇസ്രയേലാണ് എന്ന് പറയുമ്പോഴും ഇസ്രയേൽ ഔദ്യോഗികമായി ഇതിനെ സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ തന്നെ എല്ലാവരും ഇസ്രയേലിൽ തന്നെയാണ് ഇതിൻ്റെ അപ്പുറത്ത് നിർത്തുന്നതും. ഏതായാലും ഇപ്പോൾ എക്സിൽ വന്ന ഒരു പുതിയ ഗൂഢാലോചന വിവരമാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്നത്. അതിങ്ങനെയാണ്. ഈ പെൽഹാം എന്ന് പറയുന്ന ഒരാളാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തുവിട്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ജൂത കോടീശ്വരനും വാട്സപ്പിൻ്റെ സഹസ്ഥാപകനുമായ യാൻ ബോറിസോവിച്ച് കോം ആണ് ഈ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധികേന്ദ്രം. ഈ പറയുന്ന വാട്സപ്പിൻ്റെ സഹസ്ഥാപകനായ യാൻ ബോറിസോവിച്ച് കോം ചെയ്തതെന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്രയേൽ ഇൻ്റലിജൻസുമായി ചേർന്നുകൊണ്ട് ഈ ഹാനിയുടെ മൊബൈൽ ഫോണിൽ മുൻപ് ഒരു സ്പൈവെയർ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. ഈ സ്പൈവെയറാണ് എവിടെയാണ് ഹാനിയുള്ളത് കൃത്യമായി തന്നെ ഇസ്രയേൽ ഏജൻസികൾക്ക് മനസ്സിലാക്കാൻ സഹായിച്ചത്. അതിനുശേഷമാണ് ഡ്രോൺ ഉപയോഗിച്ച് മിസൈൽ തൊടുത്തുവിട്ടുകൊണ്ട് ഈ ഹമാസ് തലവനെ കൊല്ലുന്നതും. അതുകൊണ്ട് തന്നെ IDF ആണ് ഈ ഡ്രോൺ പറത്തി ഈ മിസൈൽ ആക്രമണം നടത്തിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇതിനെ അവരെ സഹായിച്ചത് വാട്സപ്പിൻ്റെ സ്ഥാപകനാണ് എന്ന് ഈ എക്സിൽ ഉള്ള ആ കുറിപ്പിൽ പറയുന്നു. ഏതായാലും ഇത്തരത്തിലുള്ള ഈ ഒരു വാർത്ത വലിയ ട്രെൻഡിങ് ആയി തന്നെ അന്തർദേശീയ മാധ്യമങ്ങളും കൊടുക്കുന്നുണ്ട്. ഏതായാലും ഈ സ്പൈവൈറസ് വഴിയാണ് കൃത്യമായി ഈ ഹമാസിൻ്റെ തലവൻ എവിടെയുണ്ട് എന്ന് ഈ IDF, അതായത് ഇസ്രയേലിൻ്റെ ഒരു വിങ് മനസ്സിലാക്കിയതും ഈ കൊല നടത്തിയതും എന്നാണ് ഇപ്പോൾ ഈ പെൽഹാം എന്ന് പറയുന്ന ഒരു വ്യക്തി നടത്തിയ വെളിപ്പെടുത്തൽ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.